നമ്മുടെ ദൈവം നല്ലവനാണ്. I remember a brother and sister, a couple who are serving the Lord for many years. അനേക വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ അധ്വാനിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. That sister is very, very sick. ആ സഹോദരി വളരെ രോഗിയായിട്ട് തീർന്നു. And because of her sickness, they were not having children also for many years. ആ സഹോദരി രോഗിയായതുകൊണ്ട് അനേക വർഷങ്ങളായിട്ട് അവർക്ക് മക്കളുമില്ലായിരുന്നു. They were suffering a lot. അവർ വളരെയധികം കഷ്ടം സഹിച്ചു. And her husband was so much grieved seeing how she is going through this suffering. ആ സഹോദരിയെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കണ്ട ഭർത്താവ് വളരെയധികം വേദനിച്ചു. One day he was so much moved by her sickness. അവളുടെ ആ രോഗത്തിന്റെ തീവ്രതയില് ഭർത്താവ് വളരെയധികം വേദനപ്പെട്ട സമയം. He wanted to express his concern to her. ആ ഭർത്താവിന് തന്റെ ആ ചിന്ത തന്റെ ഭാര്യയോട് അറിയിക്കണം. He put his hand around her shoulder. ആ ഭർത്താവ് തന്റെ കൈകൾ ആ സഹോദരിക്ക് ആ തോളിലേക്ക് വെച്ചു. And he asked like this. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, how do you feel? ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? Do you feel grieved? Do you feel sad? നീ ദുഃഖം അനുഭവിക്കുകയാണോ, വേദനയുണ്ടോ? And she gave one reply. ആ സഹോദരി പറഞ്ഞ മറുപടി ഇതാണ്, my father will never do a mistake. എന്റെ പിതാവ് ഒരിക്കലും തെറ്റുകയില്ല. My father will never do a mistake. എന്റെ പിതാവ് ഒരിക്കലും തെറ്റുകയില്ല. I heard the testimony of that brother. ആ സഹോദരന്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. He said that was a comfort to me. അത് എന്നെ ആശ്വസിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. My beloved, I want to tell you this morning. ഇന്ന് രാവിലെ പ്രിയ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, the man from the kingdom of God, സ്വർഗ്ഗത്തിന്റെ മനുഷ്യൻ, anything that comes from heaven unto you, ആ സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം, anything that is given by God to you, ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളെല്ലാം, it can never be a mistake. അതൊരിക്കലും ഒരു തെറ്റായി ഭവിക്കുകയില്ല. Our father can never afford to do a mistake. ഒരു നമ്മുടെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഒരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. He is in control of the situation. അവൻ സകല സാഹചര്യത്തിന്മേലും നിയന്ത്രിക്കുന്നവനാണ്. Nothing bad can happen. മോശമായിട്ടൊന്നും സംഭവിക്കുകയില്ല. So the man of the kingdom comes and he sows the good seed. ഈ സ്വർഗ്ഗരാജ്യത്തിന് മനുഷ്യൻ വന്ന് നല്ല വിത്ത് വിതയ്ക്കുന്നു. The second thing that we read here, ഇവിടെ രണ്ടാമത് നമ്മൾ കാണുന്ന കാര്യം in verse 24, 24ാമത്തെ വാക്യം, he sowed the good seed in his field. തന്റെ വയലിലാണ് താൻ വിതച്ചിരിക്കുന്നത്. In his field. അവന്റെ വയലിൽ. So the field belongs to him. ഈ വയല് അവന്റേതാണ്. 1 Corinthians chapter 3 and verse 9 says, 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ, in verse 9, 9-ാം വാക്യം, you are God's field. നാം അവന്റെ കൃഷിയാണ്, അവന്റെ വയലാണ്. There Paul is looking at the children of God, the people of God, the church of God, and telling that you are the field of God. ദൈവജനത്തെ നോക്കിയിട്ട്, ദൈവസഭയെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. Now you see the creation in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ, the whole world belonged to him. ഈ ലോകം മുഴുവനും അവന്റേതാണ്. The whole earth belonged to him. ഈ ഭൂമി മുഴുവനും അവന്റേതാണ്. And you see the creation so beautifully there. അവിടെ ആ സൃഷ്ടി എത്ര മനോഹരമായി. But somewhere through the line, എന്നാൽ അതിന്റെ ആ പ്രോസസ്സിൽ somewhere it was degenerated. എന്നാൽ അതിന്റെ മധ്യത്തിൽ എവിടെയോ മാറ്റങ്ങൾ സംഭവിച്ചു. So God had a recreation. We read about that. നാം ദൈവം വീണ്ടും അതിനൊരു പുനഃസൃഷ്ടി നടത്തേണ്ടി വന്നതിനെക്കുറിച്ച് വായിക്കുന്നു. There was sin in the world. Sin in the world. പാപം ലോകത്തിൽ പ്രവേശിച്ചു. Satan was there. അവിടെ പിശാചുണ്ടായിരുന്നു. A power against God was there. അവിടെ ദൈവത്തിനെതിരായുള്ള ശക്തി ഉണ്ടായി. Even in such a situation, അങ്ങനെയുള്ള സാഹചര്യത്തിൽ God wanted a recreation. ദൈവത്തിന് പുനഃസൃഷ്ടി ആവശ്യമായി വന്നു. He created this man there. അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു. He made a garden of Eden there. അവിടെ മനോഹരമായ പൂന്തോട്ടം സൃഷ്ടിച്ചു. Out of the whole world, ഈ ലോകം മുഴുവനും He exclusively set something apart for him. അവന് വേണ്ടി ഒരു ഭാഗം അവൻ മാറ്റിവെച്ചു. You know what happened to that? എന്താണ് കാണിക്കുന്നത്? Again and again, the time went. വീണ്ടും സമയങ്ങൾ കഴിഞ്ഞുപോയി. That man again fell to sin. മനുഷ്യൻ പാപം ചെയ്തു. It went on like that. It went on like that. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. But always God kept a remnant for himself. എന്നാൽ എപ്പോഴും ദൈവം തനിക്ക് വേണ്ടി ഒരു ശേഷിപ്പിനെ സൂക്ഷിച്ചു. I'm not going into the whole process there. ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. But when you come to the New Testament, നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, in Matthew's Gospel chapter 16, the Lord Jesus says like this. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. He resumed that work again. ആ പ്രവൃത്തി താൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. And that is the field of God. അത്
ദൈവത്തിന്റെ വയലാണ്. He is working in that field. ആ വയലിൽ താൻ അധ്വാനിക്കുന്നു. And this morning I want to tell you, ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, you and me are the field of God. നാം ദൈവത്തിന്റെ വയലാണ്, കൃഷിയാണ്. And he constantly works in the field. ആ കർത്താവ് തുടർച്ചയായിട്ട് ആ വയലിൽ അധ്വാനിക്കുന്നു. In John's Gospel chapter 15, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ when the Lord Jesus Christ begins that chapter, he says like this. ആ അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: I am the vine, you are the branches. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ പിതാവ് തോട്ടക്കാരനുമാകുന്നു. My father is the gardener. എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. So he is the vine. ഞാൻ മുന്തിരിവള്ളിയാണ്. The disciples are the branches. ശിഷ്യന്മാര് അതിന്റെ കൊമ്പുകളാണ്. The father is the gardener. പിതാവ് തോട്ടക്കാരനാണ്. There we see a garden there. അവിടെ നാം ഒരു തോട്ടം കാണുന്നു. And then you see the father works in the vineyard. അവിടെ ആ പിതാവ് തോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. He goes through the vineyard. ആ തോട്ടത്തിലൂടെ പിതാവ് പോകുന്നു. He examines the branches. ആ കൊമ്പുകളെ നോക്കുന്നു. He cuts and takes away some branches. ചില കൊമ്പുകളെ മുറിച്ചു കളയുന്നു. He is pruning some branches. ചില കൊമ്പുകളെ അവൻ ശുദ്ധീകരിക്കുന്നു. He is constantly working in that. അവൻ തുടർച്ചയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. If you are the field of God, നാം ദൈവത്തിന്റെ കൃഷിയാണെങ്കിൽ, we have someone who is constantly working among us. നമ്മുടെ ഇടയിൽ ഒരുവൻ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. He wants to take away some unfruitful branches. നമ്മുടെ ഫലം കായ്ക്കാത്ത കൊമ്പുകൾ അവൻ അടർത്തി മാറ്റുന്നു. He wants to prune the fruitful fruit-bearing branches. ആ ഫലം കായ്ക്കുന്ന കൊമ്പുകൾ അവൻ കൂടുതൽ ശുദ്ധീകരണത്തിന് വേണ്ടി മുറിക്കുന്നു. He is always at work in his field. അവൻ എപ്പോഴും തന്റെ തോട്ടത്തിൽ അധ്വാനിക്കുന്നു. He is not interested in the field outside. ഈ വയലിന് അപ്പുറത്തുള്ള ഫീൽഡിനെ കുറിച്ച് അവന് ചിന്തയില്ല. He wants the people from outside to come into this field. ഇതിന് വെളിയിലുള്ള ആളുകൾ ഈ തോട്ടത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. Yes, the man came and sowed the good seed in his field. ഇവിടെ ഇതാ ഈ സ്വർഗ്ഗരാജ്യത്തിന്റെ മനുഷ്യൻ വന്ന് തന്റെ വയലിൽ വിത്ത് വിതയ്ക്കുകയാണ്. Later we see about the enemy. I'll come to that a bit later. ഇവിടെ നാം ശത്രുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നാലെ ഞാൻ വരുന്നതാണ്. But one thing we need to understand there. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. This good sower who is representing the kingdom, ഈ വയല് ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. he is sowing in his field. താന് ഈ തന്റെ വയലിലാണ് വിത്ത് വിതച്ചത്. But in the next verses, when you read about the enemy, നാം അടുത്തുള്ള വാക്യങ്ങളിൽ ശത്രുവിനെ കുറിച്ച് വായിക്കുമ്പോൾ, he is also sowing. ആ ശത്രുവും വിതയ്ക്കുന്നുണ്ട്. But where is he sowing? എവിടെയാ വിതയ്ക്കുന്നത്? In another's field. മറ്റുള്ള വയലിലല്ല. He is sowing in this man's field. ഈ മനുഷ്യന്റെ വയലിലാണ് വിതയ്ക്കുന്നത്. That is the enemy's work. അതാണ് ശത്രുവിന്റെ പ്രവർത്തനം. Beloved, the good quality and the character that comes from the kingdom of God. ദൈവരാജ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ ഗുണം എന്ന് പറയുന്നത് minding your business and your field. തന്റെ രാജ്യത്തെ കുറിച്ച്, തന്റെ വയലിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുക. It is the enemy who goes and sows in another man's field. എന്നാൽ ഇവിടെ ശത്രു ചെയ്യുന്നത് വേറൊരുവന്റെ വയലിൽ കൊണ്ടൊന്ന് വിതയ്ക്കുക. Elsewhere Apostle Paul says like this. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, when he talks about the foundation, അടിസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ, I do not want to build upon another's foundation. ഞാൻ വേറൊരുവന്റെ അടിസ്ഥാനത്തിന് മേൽ പണിവാൻ ആഗ്രഹിക്കുന്നില്ല. There are people who wants to build on somebody else's foundation. ഇന്ന് ആളുകൾക്ക് മറ്റൊരാളുടെ അടിസ്ഥാനത്തിന് മേൽ പണിയാനാണ് താല്പര്യം. People who are interested in somebody else's field. മറ്റുള്ളവരുടെ വയലിൽ അധ്വാനിക്കാനാണ് ചിലർക്ക് താല്പര്യം. People who are interested in interfering into the business of others. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ കടക്കുവാനാണ് ചിലർക്ക് ആഗ്രഹം. That is not a good character. അത് നല്ല സ്വഭാവമല്ല. That is the representation of the evil one. അത് ദുഷ്ടന്റെ പ്രവർത്തനമാണ്. Beloved, I want to tell you this truth here. ഞാനൊരു സത്യമിവിടെ പറയട്ടെ. If you believe that you are the field, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, if you feel that you are the workers together with God, നാം ദൈവത്തോട് സഹ പ്രവർത്തകരാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, God has a field. ദൈവത്തിനൊരു കൃഷിയുണ്ട്. He has a work for you. അവിടെ നിങ്ങൾക്ക് മേലൊരു പ്രവർത്തനമുണ്ട്. He has a responsibility given to you. ദൈവം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. If you understand that responsibility, ആ ദൈവത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ, if you understand your specific role in the vineyard, ഈ തോട്ടത്തിലെ നിങ്ങളെ പ്രത്യേകമായ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ, that itself is a handful work for you. അത് തന്നെ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രവർത്തനമാണ്. Day and night you struggle, you still have work to do. നിങ്ങൾ രാത്രിയും പകലും അധ്വാനിച്ചാലും പിന്നെയും പ്രവർത്തനം കിടക്കുകയാണ്. Why should you interfere in somebody's business? എന്തിനാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തന്നെ പങ്കാളികളാകുന്നത്? Why should you sow the tares in the business of others?
others? എന്തിനാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവന്ന് ഇത് വിതയ്ക്കുന്നത്? Why do you want to become an obstacle to others? എന്തിനാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ തടസ്സമായിട്ട് തീരുന്നത്? Why do you want to criticize the ministry of others? എന്തിനാണ് മറ്റുള്ളവരുടെ പ്രവർത്തനത്തെ വിമർശിക്കുന്നത്? These all come from the enemy. ഇതെല്ലാം ശത്രുവിന്റെ പ്രവർത്തനമാണ്. Let us mind our business. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. Let us be faithful to that. നമുക്ക് അതിനോട് വിശ്വസ്തരായിരിക്കാം. We are workers together with him. നാം കർത്താവിനോടുകൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. When we are working together. നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ. Now for the last 1 week we are all staying together as the servants of God. ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് ഒരാഴ്ചയായിട്ട് താമസിക്കുകയാണ്. Not that we are all superhumans here. ഞങ്ങളിവിടെ ഉന്നതരായ ആളുകളല്ല. We are all common people. ഞങ്ങൾ സാധാരണ ആളുകളാണ്. But because we are doing this business of preaching all the time, we know a little more of that. ഈ പ്രസംഗരായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്നു. I always consider this is a teamwork. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു ടീം പ്രവർത്തനമാണ്. So whenever there is a confusion or things that we don't understand, എന്നാൽ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. We ask the senior servants of God, what is this, what is the meaning of this, how do we interpret these things? ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് അന്യോന്യം ചോദിക്കാറുണ്ട്. That happens indoor. ഒരിക്കലും ഇൻഡോറിൽ ഇങ്ങനെ സംഭവിച്ചു. That happens inside, yeah. അത് മുറിക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ്. That is between us. അത് ഞങ്ങൾക്കിടയിലുള്ളതാണ്. When we work together, നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ we consult with one another. ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നു. We take the counseling of others. മറ്റുള്ളവരുടെ ആലോചന സ്വീകരിക്കുന്നു. We learn many things. ഞങ്ങൾ അനേക കാര്യങ്ങൾ പഠിക്കുന്നു. And when we are called as the workers together with the Lord, നാം കർത്താവിനോടുകൂടെ സഹപ്രവർത്തകരാണെന്ന് പറയുമ്പോൾ He is with us. അവൻ നമ്മോടുകൂടെ ഉണ്ട്. I want to tell you, ഞാൻ ഒരു കാര്യം പറയട്ടെ. If you have a problem, നമുക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ you can ask him. അവനോട് ചോദിക്കാം. He is with us. അവൻ നമ്മോടുകൂടെ ഉണ്ട്. And this passage says about that later. ഈ വേദഭാഗം ആ കാര്യത്തെക്കുറിച്ച് പിന്നാലെ പറയുന്നു. So the man from the kingdom of God, he sowed in his own field. ഈ ദൈവരാജ്യത്തിന് മനുഷ്യൻ തന്റെ വയലിൽ വിത്ത് വിതയ്ക്കുന്നു. He invested a great price for his field. അതിനുവേണ്ടി താൻ വലിയ വില കൊടുക്കുകയാണ്. He did everything good. അവനെല്ലാം നന്നായി ചെയ്തു. Beloved, I just want to tell you this factor. ഞാൻ ഈ വസ്തുത നിങ്ങളോട് പറയട്ടെ. Follow the good examples of this master. ഈ യജമാനന്റെ നല്ല മാതൃക നമുക്ക് പിൻപറ്റാം. He has set a good example for us. അവൻ നമുക്ക് വേണ്ടി നല്ല മാതൃക വെച്ചിരിക്കുകയാണ്. Follow that. അത് നാം അംഗീകരിക്കുക, പിൻപറ്റുക. Secondly, when we come to verse 25, 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, there we see the enemy sowed the tares. എന്നാൽ ഇവിടെ ഇതാ ശത്രു വന്നിട്ട് കള വിതയ്ക്കുകയാണ്. He is sowing the tares there. അവിടെ കള വിതയ്ക്കുന്നു. Now we need to understand one thing. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. Enemy always has a dual role there, two types of roles. ഇവിടെ ശത്രുവിന് രണ്ട് വിധത്തിലുള്ള പ്രവർത്തനമുണ്ട്. If you understand the parables of the Lord, you understand that very clearly. കർത്താവിന്റെ ഈ ഉപമ മനസ്സിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. He not only sows the tares, ആ കള വിതയ്ക്കുന്നെന്ന് മാത്രമല്ല, that means he know what it is sowing. എന്താണ് വിതയ്ക്കുന്നതെന്ന് ശത്രുവിനറിയാം. He knows how to sow. എങ്ങനെയാണ് വിതയ്ക്കേണ്ടതെന്നറിയാം. But he also knows to take away the sown seed. ആ വിതച്ച വിത്ത് നല്ല വിത്ത് എടുത്തുകൊണ്ട് പോകാനും അറിയാം. If you read Matthew's Gospel chapter 13 and verse 19, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, there we see the wicked one comes and snatches away what was sown there. വിതയ്ക്കപ്പെട്ട ദുഷ്ടൻ വന്ന്